ഹലോ. അപ്പോൾ വാലന്റൈൻസ് ഡേ നമ്മളെങ്ങനെ ആഘോഷിച്ചേ എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലല്ലോ. ബാ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ വ്ളോഗ് കുറച്ചെങ്കിലും കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം, നമ്മുടെ ആഘോഷങ്ങളെല്ലാം നൈറ്റ് ടൈമിലായിരിക്കും ഉണ്ടാവാറ്. അപ്പോൾ ഇന്നും ഈ വാലന്റൈൻസ് ഡേയും നമ്മൾ നൈറ്റ് ടൈമിൽ തന്നെയാണ് കേട്ടോ ആഘോഷിച്ചത്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വന്നു, ഇതാ ഫുട്ബോളൊക്കെ കളിച്ചിട്ട് വന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ് കേട്ടോ ഏട്ടൻ. എന്നെ അധികം ചുറ്റിക്കാതെ തന്നെ ഏട്ടൻ ഡയറക്റ്റ്ലി ഗിഫ്റ്റ് എടുത്ത് കയ്യിൽ തന്നു. ഡയറി മിൽക്കിൻ്റെ ഫാമിലി പാക്കാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. ഞാനൊരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഗിഫ്റ്റ്. ഏട്ടൻ്റെ ഗിഫ്റ്റ് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കാന്ന് പറഞ്ഞപ്പോൾ പാവം ബാത്റൂമിലും തലോണയുടെ അടിയിലും എന്താ അലമാരിയുടെ ബാക്കിലും ഒക്കെ നോക്കി വയ്യാതായപ്പോൾ ഞാനൊരു ക്ലൂ കൊടുത്തു ഗൈസ്. ഒരലമാരിയിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ അതാ അലമാരിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കിട്ടുന്നില്ല, കിട്ടാണ്ടാകുമ്പോൾ ഭ്രാന്താകുന്നുണ്ട് കേട്ടോ. എന്നാലും വിട്ടുകൊടുത്തില്ല. തപ്പലും തിരയിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അലമാരി തപ്പിക്കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അലമാരിയിൽ എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലൂ കൊടുത്തു. ശേടാ ഇതെവിടെയത് കൊണ്ടുവച്ചിരിക്കണേ, ഇനിയിപ്പോൾ മൂവാണോ എന്ന് പറഞ്ഞിട്ട് മൂവൊക്കെ ഇടത്തേക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തപ്പിക്കോളൂ ഇതിൽ തന്നെ ഉണ്ട് എന്തായാലും എന്ന് പറഞ്ഞു. അങ്ങനെ തപ്പി അതാ ലാസ്റ്റ് നിധികുംഭം കിട്ടി ഗൈസ്. അപ്പോൾ ഇങ്ങനൊരു ഗിഫ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ആ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാം. എന്നാലും പറ്റിക്കൽസ് ആണോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അതൊക്കെ തുറക്കണേക്കാട്ടും മുമ്പ് ഒന്ന് ഒളിഞ്ഞൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോതിരം എന്തൊക്കെയോ കണ്ടപ്പോഴാണ് പിന്നെ ധൈര്യമായിട്ട് തുറന്നത്. പിന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കയറില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ചെറുവിരലിലേക്കാണ് പാകമായത്. അപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെന്താ നെക്സ്റ്റ് അത് വെച്ചിട്ടുള്ള ചെറിയ തരത്തിലുള്ള ഷോ ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് ആണ്, ചോക്ലേറ്റ് അൺബോക്സിങ് ടൈം. അപ്പോൾ ഓക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡയറി മിൽക്ക് എന്ന് വെച്ചാൽ. അയ്യോ എനിക്ക് എന്ത് ഇഷ്ടമാണ്. പിന്നെ ഈ വലുതായിട്ടുള്ള ആഹാരം കൊണ്ട് ഇതിനെ പിടിച്ച് കഴിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ അതാ ഏട്ടനും കൊടുത്തു, പിന്നെ ഞാനും കഴിച്ചു. ബാക്കി പിന്നെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിട്ടനൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടി പോയിട്ടാണ് ഗിഫ്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ അച്ഛനും ഒരു മോതിരം വാങ്ങിച്ചു, ഏട്ടനൊരു മോതിരം വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ വാലന്റൈൻസ് ഡേ കഴിഞ്ഞു.